ഒരു വലിയ മഴ പെയ്ത് കഴിഞ്ഞതിൻ്റെ ഒരു പ്രതീതിയാണ് നിങ്ങൾക്കെല്ലാവർക്കും ഇപ്പോൾ. ഈ പാറേക്കാട്ടിൽ പിതാവുമായി വലിയ ആത്മബന്ധം ഒന്നുമില്ലാത്ത എന്നെ ഒരു മുഖ്യ പ്രഭാഷകനാക്കിയത് എന്നുള്ള ഒരു തെറ്റ് ഞാൻ ആകെ ചെയ്തത് എനിക്ക് പത്മഭൂഷൺ കിട്ടിയെന്നുള്ളതാണ്. എൻ്റെ കാരണഭൂതൻ ഇവിടെ ബെന്നി അവിടെ ഇരിപ്പുണ്ട്. പിന്നീട് ഈ പരിപാടിയുടെ പശ്ചാത്തലത്തിലേക്ക് ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇന്ന് വന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ വളരെയധികം നഷ്ടങ്ങൾ എനിക്ക് ഉണ്ടാകുമായിരുന്നു എന്നെനിക്ക് മനസ്സിലായി. കാരണം ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുകയും ഒപ്പം പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ഫാദർ ജേക്കബ് പുതുശ്ശേരി മൂഞ്ഞേലി അച്ഛൻ പോയെന്ന് തോന്നുന്നു. ഇപ്പം പാലാട്ടി അച്ഛനും വന്നിട്ടുണ്ട്, സിസ്റ്റേഴ്സ്. അങ്ങനെ ഒത്തിരി ഒരുമിച്ച് പ്രവർത്തിച്ച ഒത്തിരി സിസ്റ്റേഴ്സും അച്ഛന്മാരും പരിചയമുള്ള ഒത്തിരി വ്യക്തികളും ഞാൻ ഹൃദയ ശസ്ത്രക്രിയ ചെയ്ത ചില വ്യക്തികളുമെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അതുതന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഞാൻ ഈ പാറേക്കാട്ടിൽ പിതാവിൻ്റെ ബന്ധത്തെപ്പറ്റി, എൻ്റെ ബന്ധത്തെപ്പറ്റി ഞാനൊരു പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് 2-3 കാര്യങ്ങൾ എനിക്ക് വളരെ ബുദ്ധിമുട്ടി കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. ഒന്ന്, ഞാൻ ജനിച്ചത് തെക്കൻ പറവൂരാണ്. സെൻറ്റ് ജോൺസ് പള്ളി ഒരു ഇടഭാഗമായിരുന്നു എൻ്റെ പിതാവ് പരേതനായ പ്രൊഫസർ PM ചാക്കോ. അവിടെയായിരുന്നു എൻ്റെ ജനനം. എനിക്ക് സ്ഥൈര്യലേപനം തന്നത് പാറേക്കാട്ടിൽ പിതാവായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആ സമയത്തൊന്നും അതിൻ്റെ പ്രാധാന്യം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നിരുന്നാലും പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ആ മഹത് വ്യക്തിയുടെ പരിശുദ്ധതയും ദീർഘവീക്ഷണവുമെല്ലാം അദ്ദേഹം എനിക്ക് തന്ന സ്ഥൈര്യലേപനത്തിലൂടെ ഒരു പരിധിവരെ എനിക്ക് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. രണ്ടാമത്തെ അദ്ദേഹവുമായിട്ടുള്ള ബന്ധം, അദ്ദേഹം സ്ഥാപിച്ച ഒത്തിരി സ്ഥാപനങ്ങളുണ്ട് എന്നുണ്ടെങ്കിലും ഇന്ന് എറണാകുളം രൂപതയിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ലിസി ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചതും അദ്ദേഹത്തിൻ്റെ ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാറ് പറഞ്ഞതുപോലെ ക്രാന്ത ദർശനത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളായിരുന്നു. ഒരുപക്ഷെ നമ്മുടെ രൂപതയിൽ ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങൾ വന്നതും ഏറ്റവും കൂടുതൽ ആശുപത്രികളും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും എല്ലാം സ്ഥാപിക്കപ്പെട്ടതെല്ലാം പാറേക്കാട്ടിൽ പിതാവിൻ്റെ കാലഘട്ടങ്ങളിലാണ്. അത് കഴിഞ്ഞ് നാം തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ ചെറിയ ഒരു പുരോഗമനമേ നമ്മുടെ രൂപതയ്ക്കുണ്ടായിട്ടുള്ളൂ. അതിൻ്റെ പിൻബലത്തിലാണ് നമ്മുടെ രൂപത ഇപ്പോൾ നിലകൊള്ളുന്നതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മൂന്നാമത്തെ ബന്ധമെന്ന് പറയുന്നത് മുണ്ടാടനച്ഛനും ജസ്റ്റിസും പറഞ്ഞതുപോലെ ആബേലച്ഛൻ വഴിയുള്ളൊരു ബന്ധമാണ്. പലർക്കും അറിഞ്ഞുകൂടെ ആബേലച്ഛൻ ആബേൽ പെരിയപ്പുറമാണെന്നുള്ളത്. കാരണം അച്ഛന് ദീപികയുടെ കൊച്ചേട്ടനായി പോയപ്പോഴത്തേക്കും കൊച്ചേട്ട എന്ന് വിളിച്ചു. അത് കഴിഞ്ഞ് കലാഭവന് വന്നപ്പോഴത്തേക്കും കലാകാരൻ എല്ലാം കൂടെ ആബേലച്ച എന്ന് വിളിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് വലിയൊരു നഷ്ടമാണ് അച്ഛൻ്റെ വീട്ടുപേർ അദ്ദേഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത്. എൻ്റെ ഫാദറിൻ്റെ സഹോദരനാണ് വല്യപ്പനെന്ന് ഞങ്ങൾ വിളിക്കുന്ന, എന്നെ ഔസേപ്പച്ചനെന്ന് വിളിക്കുന്ന പ്രിയ ആബേലച്ചൻ. അദ്ദേഹത്തെ കാണാനായിട്ട് ഞങ്ങൾ കൊച്ചു വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് കലാഭവനിലും വളരെയധികം സമയത്തും ഈ മാർലൂയിസ് പ്രസ്സിലും വരുമായിരുന്നു. ഈ മാർലൂയിസ് പ്രസ്സിലേക്ക് അച്ഛനെ വിളിച്ചു വരുത്തിയത് പാറേക്കാട്ടിൽ പിതാവാണ്. കോഴിക്കോട് ദേവഗിരി കോളേജിൽ സുറിയാനിയുടെ പ്രൊഫസറായിരിക്കുമ്പോൾ അന്ന് നമ്മൾക്ക് മനസ്സിലാകാതെ നാം അറ്റൻഡ് ചെയ്തിരുന്ന അല്ലെങ്കിൽ ഭാഗഭാക്കുകളായിരുന്ന കുർബാനയെ ഭാരതീയവൽക്കരിക്കാനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന് മുറിയും എല്ലാ സപ്പോർട്ടും കൊടുത്ത് അദ്ദേഹത്തെ കൊണ്ടാണ് ഈ ഭാരതീയ കുർബാന അന്ന് എഴുതിപ്പിക്കുന്നത്. അപ്പം ഞാൻ വളരെ ചെറുപ്പമായിരുന്നപ്പോഴത്തേക്ക് പറവൂർ ഓൾട്ടർ ബോയ് ആയിരുന്നു. അപ്പം ഞങ്ങൾക്ക് എല്ലാ പ്രാർത്ഥനകളും ഇങ്ങനെ മലയാളത്തിലാണ് എഴുതുന്നത്. സുറിയാനി ഭാഷയാണെങ്കിലും മലയാളത്തിൽ എഴുതുന്ന കാരണം നമുക്ക് പ്രാർത്ഥിക്കാനാവും. അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്ന ഏറ്റവും കൂടുതൽ എനിക്ക് ഓർമ്മ വരുന്നൊരു പ്രാർത്ഥനയുണ്ട്. കന്ദീസ ആലാഹ, കന്ദീസ ഹൈസാന, കന്ദീസ ല മയോസ
ഇവിടെ ഇരിക്കുന്ന പല അച്ഛന്മാർക്കും അറിയായിരിക്കും, യുവാക്കൾക്കൊന്നും അറിഞ്ഞുകൂടാ. ഞങ്ങളിതെല്ലാം ഇങ്ങനെ പറയുമായിരുന്നു, പക്ഷേ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടായിരുന്നു. പണ്ട് തമാശയ്ക്ക് ഒരു ആളിനോട് പറഞ്ഞു, ഒരു അച്ഛന് ബാക്കിയുള്ളവർക്കൊന്നും ഈ പറയുന്നത് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അച്ഛന് ഈ കുർബാന തുടങ്ങുന്നതിന് മുമ്പ് അവിടെ ഇച്ചിരി, അച്ഛന്മാരെ കുറ്റം പറയുന്നതല്ല കേട്ടോ, അല്പം മട്ടൺ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുശിനിയിൽ. അപ്പോൾ ഈ കുർബാന ചെല്ലുന്നതിന് മുമ്പ് കപ്പ്യാരോടൊന്ന് പറയാൻ മറന്നുപോയി, അതൊന്ന് മസാലയൊക്കെ ഇട്ടൊന്ന് വറുത്ത് വെച്ചേക്കണമെന്ന് പറയാൻ മറന്നുപോയി. അപ്പോൾ അച്ഛനെ ഈ കന്തീസ ആലാഹ മട്ടൻ്റെ തുടരണ്ടും വെവ്വേറെ മപ്പാസ് എന്ന് പ്രാർത്ഥിച്ചിരുന്നു എന്ന് ഒരാളിങ്ങനെ പറയായിരുന്നു. അത് ആൾക്കും മനസ്സിലാകത്തില്ല, കപ്പ്യാർക്ക് മാത്രം. കപ്പ്യാരെടുത്ത് നോക്കിയിട്ട് വെവ്വേറെ മപ്പാസ് എന്ന് പറയും. അപ്പം ഞങ്ങളെല്ലാവരും കന്തീസ ആലാഹ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഒന്നും അറിയാതെ നാം ഭാഗഭാക്കുകളായിരുന്ന ഈ കുർബാന എത്രയോ വികാരത്തോടുകൂടി ഹൃദയം കൊണ്ട് നമ്മൾക്ക് പങ്കെടുക്കാനും ഭാഗഭാക്കാകുവാനും സാധിച്ചത് അച്ഛൻ്റെ വലിയൊരു ദർശനം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ ഭാഗഭാക്കാകാനായിട്ട് ആബേലച്ഛനും അതുവഴി ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങൾക്കെല്ലാവർക്കും സാധിച്ചു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അച്ഛനോടുള്ള സ്നേഹവും ബഹുമാനവും വർദ്ധിപ്പിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഈ കാക്കനാടെന്ന് പറയുന്ന സ്ഥലം കണ്ടുപിടിച്ചത് തന്നെ പാറാക്കാട്ടി പിതാവെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അന്ന് കാക്കനാട് ആർക്കും വേണ്ടായിരുന്നൊരു സ്ഥലമാണ്, ഒരു പട്ടിക്കാടായിരുന്നു. അപ്പോൾ ഒരിക്കൽ ഞാൻ ഇംഗ്ലണ്ടിൽ നിന്നും അവധിക്ക് വന്നപ്പോഴത്തേക്കും ഒരിക്കൽ ആബേലച്ചനോട് പറഞ്ഞടാ നീ വാ, ഞാനൊരു സ്ഥലം കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞാൽ പോകാശോ എന്ന് പറഞ്ഞു. അപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാം, എന്നാൽ ഈ ഫിയറ്റൊക്കെ ഉള്ളൂ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം ഒരു വെണ്ണാല കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വഴിയെല്ലാം വളരെ മോശമാണ്, മെറ്റൽ മാത്രമേ ഉള്ളൂ, കുഴികളും കുണ്ടും വലിയ കല്ലുകളൊക്കെ. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, വലിപ്പ ഇതാണോ എന്നെ കാണിക്കാൻ കൊണ്ടുവരുന്ന സ്ഥലമെന്ന് ചോദിച്ചു. പറഞ്ഞു നീ നോക്കിക്കോ, പാറേക്കാട്ടി പിതാവ് പറഞ്ഞിട്ടുണ്ട്, ഒരു 10-25 വർഷം കഴിയുമ്പോഴത്തേക്കും ലോകത്തിൻ്റെ ഭൂപടത്തിൽ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാകാൻ പോകുന്നൊരു സ്ഥലമായിരിക്കും കാക്കനാടെന്ന്. അത് ഓരോ വാക്കും ഇന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അത്രമാത്രം ദർശനമുണ്ടായിരുന്നൊരു വ്യക്തിയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ജീവിതത്തിൽ അദ്ദേഹത്തിന് അച്ഛൻ പറഞ്ഞതുപോലെ ഒത്തിരി ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും അനുഭവിക്കേണ്ടി വന്നിരിക്കാം. പക്ഷേ അദ്ദേഹം നമ്മൾക്ക് തന്ന ഒരു പൈതൃകത്വം അല്ലെങ്കിൽ ഒരു മാർഗദർശനം നമ്മളുടെ സഭ ഇന്നും 100% ഉൾക്കൊള്ളുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും ഇന്നും നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഞാനൊരു മുഖ്യപ്രഭാഷകനാണോ എന്നെനിക്ക് സംശയമുണ്ട്. ഇത്രയൊക്കെ എനിക്ക് പിതാവിനെ പറ്റി പറയാനുള്ളൂ. എന്നിരുന്നാലും ഇവിടെ വരാനും നിങ്ങളോടൊപ്പമൊക്കെ ചെലവഴിക്കാനുമുള്ള ഒരു സന്ദർഭം കിട്ടിയിൽ ഞാൻ സന്തോഷിക്കുന്നു. ഒരുമിച്ച് നമുക്ക് പ്രവർത്തിക്കാം. സഭയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള എല്ലാവരുടെയും ശ്രമങ്ങൾ ഫലവത്താകട്ടെ. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു അനുഗ്രഹം പാറേക്കാട്ടിൽ പിതാവ് മുകളിൽ നിന്ന് നമുക്ക് നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.